ശരി ഓക്കെ. എന്തുണ്ട് വിശേഷം? ഞാൻ വർക്ക്ഷോപ്പിന്റെ നജീബ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു 45,000 രൂപക്ക് 49 സീറ്റ് അല്ലേ? 49 സീറ്റ് ഫുൾ വൈറ്റ് പെയിന്റ്, അത് PU പെയിന്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെ മുതലാകോ? ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ കളർ കോഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ ആ ടെമ്പോ ട്രാവലറിന് കളർ കോഡ് വേണോ? ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലെ സൈനൂസിന്റെ വർക്ക്ഷോപ്പിലാണ്. സൈനൂസ് റീവാമ്പ്. കുറച്ച് കാലങ്ങളായി നമ്മുടെ ടൂറിസ്റ്റ് ബസ് മുതലാളിമാർ മാനസികമായും സാമ്പത്തികമായും കുറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വൈറ്റ് പെയിന്റ് അടിച്ച് കളർ കോഡ് ചെയ്യണമെന്നാണ് പുതിയ RTOയുടെ നിയമം. അതനുസരിച്ച് ബസ് ഓണർമാർക്ക് വളരെ സാമ്പത്തികമായിട്ട് വളരെ ബാധ്യതകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. RTOയുടെ നിയമപ്രകാരം സ്റ്റിക്കർ വർക്കും കളറൊക്കെ ചെയ്ത ബസ്സുകൾ എത്രയും പെട്ടെന്ന് വൈറ്റ് ആക്കണം എന്നാണ്. വൈറ്റ് ആക്കുന്നതിന് നല്ലൊരു എമൗണ്ട് ആകും ബസ് ഉടമകൾക്ക്. അപ്പം അതിൻ്റെ ഭാഗമായി ബസ് ഉടമകൾക്ക് കൈത്താങ്ങ് എന്ന നിലയിൽ വെറും 45,000 രൂപയ്ക്കാണ് സൈനൂസിൻ്റെ റീവാമ്പിൽ പെയിന്റിങ് ചെയ്തു കൊടുക്കുന്നത്. അത് ആ പെയിന്റ് എന്ന് വെച്ചാൽ PU പെയിന്റ് ആണ്. സാധാരണ പെയിന്റ് അല്ല, നല്ല അടിപൊളിയാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നജീബിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ നജീബിനോട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൈനൂസ് റീവാമ്പ് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ പണിക്കായി വന്നിട്ടുണ്ട്. ടെമ്പോ ട്രാവലർ, അതുപോലെ ഭാരത് ബെൻസ്, പിന്നെ ബസ് 2-3 ടെമ്പോ ട്രാവലർ ആ സൈഡിലിട്ട് പണിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള വർക്ക്ഷോപ്പാണ് കേട്ടോ. നല്ല എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ബസ് പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എത്ര വാഹനങ്ങൾ വന്നാലും ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഈ വർക്ക്ഷോപ്പിനുണ്ട്. പിന്നെ ഇവിടെ ഒരു ബസ് കളർ കോഡൊക്കെ ചെയ്ത് ഫുൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടാ, ഇതാണ് ബസ്സിൻ്റെ കണ്ടീഷൻ. 45,000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ചിലവ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറം ഒരു മഞ്ഞ ബസ്സിൻ്റെ പേര് നോക്കിയേ, ആട് തോമ. അടിപൊളി പേരാണ്. ഈ മഞ്ഞ ബസ് വൈറ്റ് ആക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് രസമെന്ന് നോക്കിയേ ബസ്സിൻ്റെ. ഇതിനി ഫുൾ വൈറ്റ് ആക്കും പുതിയ RTO നിയമപ്രകാരം. എന്തായാലും ബസ്സിൻ്റെ പേര് കലക്കിയിട്ടുണ്ട്, ആട് തോമ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് ബ്ലാക്കും റെഡ് ആയിട്ടുള്ള ബസ്സാണ്, അത് വൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. നല്ല പണിയാണല്ലേ? നല്ല പണിയാണ്. ഇത് എത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും? 6-7 ദിവസം എടുക്കും ഇത് വൈറ്റ് ആക്കാൻ. നല്ല അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇത് വൈറ്റ് ആക്കി കളർ കോഡൊക്കെ കൊടുത്ത് ഉടനെ തന്നെ പുറത്തിറങ്ങും. അതുപോലെ ടെമ്പോ ട്രാവലറിന്റെ ക്യാരിയർ പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാണ്. 3 ടെമ്പോ ട്രാവലർ. അപ്പൊ ഇതിന്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. അതിന്റെ ഫ്ലോറൊക്കെ പണിയല്ല ഏട്ടാ, പാച്ച് വർക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ടെമ്പോ ട്രാവലറിന്റെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിരിക്കണ്ട. പെയിന്റിങ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ട. സൈഡ് ലൈറ്റൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഭാരത് ബെൻസ് കണ്ടെയ്നറാണ് ഈ കിടക്കുന്നത്. സൈനൂസ് റീവാമ്പ് മാനേജർ പേരെന്താണ്? മഹേഷ്. ഇതെന്തിനാ വന്നേ? ഇത് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി വന്നതാണ്. ഇത് പുതിയതായിട്ട് വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം പോയതാണ്. അപ്പൊ അവർക്കൊരു ഈ ക്യാബിന്റെ ഉള്ളില് അവർക്ക് ടൂൾസ് ഒക്കെ എടുക്കാനായിട്ട് വരുമ്പോൾ അവർക്ക് ലൈറ്റ് കിട്ടുന്ന 2 ലൈറ്റിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ പണികൾക്ക്. കർണാടക ടെമ്പോ ട്രാവലർ ഉണ്ടല്ലോ, കർണാടകത്തിൽ വന്നാണ്. ഓ, എന്ത് പണിക്കാ വന്നത്? ഇത് ഫുൾ വർക്കാണ്. അതിന്റെ ഇന്റീരിയൽ വർക്ക് ഉണ്ട്, ഫ്ലോറിങ്, ഫുൾ വർക്കിന് വേണ്ടി കർണാടകത്തിൽ നിന്ന് ഓടി വന്നാണ്. അതുപോലെ നമ്മുടെ ഇവിടെ സീനിയർ നെപ്പോളിയൻ കിടപ്പുണ്ട്. അപ്പൊ നെപ്പോളിയന്റെ വർക്കൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ നെപ്പോളിയന്റെ വർക്ക് ഫൈനൽ സ്റ്റേജിലേക്കാണ്. കുറച്ച് ആൾട്രേഷൻ വർക്കുകൾ കുറച്ചുണ്ട്. ടാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വർക്ക് നടക്കുകയാണ്. അടിയൊക്കെ ഒന്ന് പൊക്കിയിട്ടുണ്ടല്ലോ. ബമ്പർ ഇപ്പോൾ തട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് പൊക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ആകെ ഇത്ര ഉണ്ടായിരുന്നു. ഇത് നമ്മളൊന്ന് കുറച്ചിട്ട് അത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെന്തത് ബമ്പർ ഊരി മാറ്റാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ താഴ്ന്ന പ്രദേശം കൂടി പോകേണ്ടി വരുമ്പോ ആ ബമ്പർ ഊരി മാറ്റി വെക്കാം. അതെ, ബമ്പർ റിമൂവ് ചെയ്ത് പോകാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യണത്. അത് കൊള്ളാം. അപ്പൊ ഇത് ഏകദേശം എത്ര ദിവസം കൊണ്ട് ഇറങ്ങുന്നത്? ഒരാഴ്ച കൊണ്ട് എടുക്കും. ഒരാഴ്ച എടുക്കും അല്ലേ?
ഓക്കെ. ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ കളർ കോഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ ആ ടെമ്പോ ട്രാവലറിന് കളർ കോഡ് വേണോ? വേണ്ട, അത് പഴയത് അവര് ചെയ്ത് വെച്ചിരുന്നതാണ്. അതേ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ടെസ്റ്റ് കയറ്റുമ്പോ ഇതെല്ലാം പോയി. ശരിക്കും പറഞ്ഞാൽ ടെമ്പോ ട്രാവലറിന് കളർ കോഡിന്റെ ആവശ്യമില്ല. 3 വർഷം മുമ്പ് ചെയ്ത് വെച്ചാലാണ്. 3 വർഷം മുമ്പ് ചെയ്തിട്ട് ടെസ്റ്റ് പാസ്സാക്കി, പിന്നെ ഫുൾ പെയിന്റ് അടിച്ചിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം ഫുൾ പെയിന്റ് ചെയ്യാൻ നേരത്ത് അത് മാറ്റിക്കളയും അല്ലേ? ഓക്കെ. ഫ്ലോറിംഗും സീറ്റിന്റെ ചേഞ്ചിങ്ങും ഉണ്ടായിരുന്നത് വർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനി സീറ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഈ സീറ്റാണല്ലേ? പഴയ ഇതായിരുന്നു. നമ്മളിതിന്റെ ഇതൊക്കെ മാറ്റി ഫോമൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടിരിക്കുകയാണ്. കണ്ട സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്താണ്. സീറ്റൊക്കെ ഓക്കെ, സാധാ അല്ലേ? സാധാ ടോപ്പൊക്കെ സ്കൂൾ ട്രിപ്പാണ്, അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഭാരത് ബെൻസിന്റെ കിച്ചൺ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്യാണ്. ഡോറിന്റെ ലോക്കും അതിന്റെ അകത്തേക്കുള്ള ലൈറ്റൊക്കെയാണ് പിടിപ്പിക്കുന്നത്. ഇതാണ് ഇവന്റെ കിച്ചൺ ബോക്സ്. അരിയും സാധനങ്ങളും സ്റ്റൗ അടുപ്പൊക്കെ വെക്കണ സംഭവം. അത് ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടി വന്നാണല്ലേ? ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അരുൺ ഭായ് എന്നല്ലേ പേര്? അഖിൽ. വീഡിയോയിൽ കാണാറുണ്ട് കേട്ടാ. അതുപോലെ ഇവിടെ വീൽ കപ്പിന്റെ വർക്ക് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് ബെൻസിന്റെ വീൽ കപ്പ് അല്ലേ? ബെൻസിന്റെ വീൽ കപ്പാണ്. അതുപോലെ തന്നെ കണ്ട എല്ലാ ഫൈബർ വർക്കുകളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സൈനൂസ് റീവാമ്പിന്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിന്റെ മുതലാളി നജീബിനെ ഒന്ന് കാണാം. അപ്പൊ നജീബിനെ കാണുമ്പോൾ നജീബിന്റെ ആ ചിരിയുണ്ട്, അതാണ് മെയിൻ. അതൊന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ട് ആ ചിരി. ആ ചിരിയിലാണ് പുള്ളിയുടെ എല്ലാ സംഭവം ഇരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നജീബ് ചിരി നോക്കി. എന്തുണ്ട് വിശേഷം? ഞാൻ വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്താർന്നു കേട്ടാ. അതാ അപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വന്നത്. ബസ്സൊക്കെ 45,000 രൂപ ഫുൾ പെയിന്റ് വൈറ്റ് ഇല്ലേ? ഓഫർ റേറ്റ്. നജീബ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. 45,000 രൂപക്ക് 49 സീറ്റ് അല്ലേ? 49 സീറ്റ് ഫുൾ വൈറ്റ് പെയിന്റ്, അത് PU പെയിന്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെ മുതലാകോ? 49 സീറ്റ് എന്ന് പറയുമ്പോൾ മുതലായിട്ടല്ലടാ മുനീറ. ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ടൂറിസ്റ്റ് ബസ്സുകാർ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോ. കാരണം നമുക്ക് നീ എന്റെ വണ്ടി കണ്ടല്ലേ, അവിടെ കിടക്കണ കാണണല്ലേ? നമുക്ക് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, നമ്മൾ പ്രസ്ഥാനം നടത്തണല്ലേ. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഈ പ്രസ്ഥാനത്തെ പറ്റി ഏറ്റവും കൂടുതൽ അറിയണത് നജീബിനാണ്. അതെ അല്ലേ? അപ്പൊ നജീബ് അതുകൊണ്ടാണ് ഇങ്ങനെ അതെ, അതുകൊണ്ടിട്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയാം. ആളുകളുടെ ബുദ്ധിമുട്ടും കാര്യമാണ്. ടൂറിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാലോ. അതുകൊണ്ട് നമുക്കൊരു വലിയ ലാഭമൊന്നും പ്രതീക്ഷയല്ല. കാരണം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ചില സമയങ്ങളിൽ ചിലപ്പോൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലുള്ള പാടുകൾ, സ്റ്റിക്കറുകൾ, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് കാണിക്കാറുണ്ട്. രണ്ടാമത് പിന്നെ അടിക്കണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 5,000 കൂടുതൽ മേടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ മഴയാണ്, ഇപ്പൊ തന്നെ മഴയുണ്ടല്ലേ. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സമയവും മഴയാണ്. എന്ത് ചെയ്യും? പിന്നെ ഈ 45,000 രൂപ ഉള്ള അടിച്ചു കൊടുക്കണത് ശരിക്കും ഇത് പെയിന്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കാശാവും ശരിക്കും? ഇത് സാധാരണ 75,000 മേടിക്കുന്നവരുണ്ട്, 80,000 മേടിക്കുന്നവരുണ്ട്, 1,10,000 രൂപ പെയിന്റ് ചെയ്യണവരുണ്ട്, പേളൊക്കെ അടിക്കുന്നതിന് 1,00,000 രൂപ മേടിക്കുന്നവരുണ്ട്. അതല്ല, അപ്പൊ മറ്റുള്ള വർഷക്കാർക്ക് വല്ല പ്രശ്നങ്ങളുണ്ട്? അവർ വല്ലതും വിളിക്കാൻ വല്ലതും ചെയ്തിട്ടില്ല? 1-2 പേരൊക്കെ വിളിച്ച് അവരൊക്കെ ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കണം. അല്ലാതെ അവർക്കൊന്നും ആർക്കും ദേഷ്യമൊന്നും ഇല്ല. ഒരു വർഷം ഏത് വർഷത്തിൽ കൊല്ലുണ്ടായിട്ടാ ഏതെങ്കിലും വർഷോപ്പിലിട്ട് പെയിന്റ് ചെയ്യേണ്ട സൗകര്യം ഉണ്ടാ? സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണിയാനായിട്ട് സമയമില്ല. അതേപോലെ വണ്ടികളാണ് എല്ലായിടത്തും. പിന്നെ എങ്ങനെ ഇപ്പൊ വർക്ക്ഷോപ്പിൽ വർക്കൊക്കെ ഉണ്ടോ? പിന്നെ വർക്ക്ഷോപ്പിൽ വർക്കൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന വലിയ വലിയ വണ്ടികളൊക്കെ പണിയാനായിട്ട് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോ. കാരണം കൊറോണ വന്ന് കുറെ വർക്ക്ഷോപ്പുകാർക്ക് നിർത്തിപ്പോയി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ കുറെ വീൽ കപ്പുകളൊക്കെ ഉണ്ടോ? കുറെ വീൽ കപ്പുകളും അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമുള്ള ഭംഗിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം വണ്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കടകളിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം വണ്ടികളിൽ ബോഡിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ലൈറ്റുകൾ. ഇത് ടെമ്പോ ട്രാവലറിന്റെ ഗ്രില്ല്, അത് ട്രാവലറിന്റെ ഗ്രില്ല്, അതൊരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്നതാ. പിന്നെ വീൽ കപ്പുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. മാലയുണ്ട്. വണ്ടികളിൽ അകത്തിടാൻ പറ്റിയ അത്യാവശ്യമുള്ള രസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ അകത്ത് കണ്ട സ്കേട്ടിൽ പിടിക്കാനുള്ള ലൈറ്റുകൾ, ഹെഡ് ലൈറ്റുകൾ, അതാണ് മെയിനായിട്ട് ഈ പറയുന്ന പോലെ വീൽ കപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്. കാരണം നമ്മളിവിടെ തന്നെ ഫിറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ടല്ലോ.
അല്ലെ നമ്മള് വണ്ടി മേടിച്ചുകൊണ്ട് പോലും മാത്രമല്ല ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. വർക്ക്ഷോപ്പിലോട്ട് ഫിറ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ പ്രത്യേകത വെച്ചാൽ സ്ഥലം ഉണ്ടല്ലോ, സൗകര്യം ഉണ്ടല്ലോ. എത്ര വണ്ടികളുണ്ട്. പിന്നെ ഇതേപോലുള്ള വണ്ടിക്കാരൊക്കെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് നമ്മളോട്, ഒന്ന് വണ്ടി കയറ്റിട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞു. എത്ര വാഹനങ്ങൾ വന്നാലും ഉൾക്കൊള്ളാനുള്ള സ്ഥലം, പിന്നെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ നമുക്ക്, അതനുസരിച്ച് നമ്മൾ എടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ വീഡിയോയിൽ കണ്ടു ദൂരെ സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ വണ്ടിയായിട്ട് കർണാടകയിൽ നിന്ന് ഒരു ട്രാവലർ വന്നേക്കണം, ഫുൾ വർക്കാ, ട്രാവലർ ഇന്റീരിയർ വർക്ക് ഫുള്ള് ചെയ്യാൻ വേണ്ടി അവർ വന്നേക്കണത്. അവർ അവിടെ നിന്ന് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ പറഞ്ഞ വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീനിയർ നെപ്പോളിയന്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായില്ലേ? അത് കണ്ടില്ലേ, അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അവരുണ്ട്, വന്നിട്ടുണ്ട്, അവരിവിടെ ഉണ്ട്. നെപ്പോളിയൻ വരും, അതൊരു മിക്കവാറും 1 മാസത്തിനുള്ളിൽ നമ്മുടെ ബാക്കിയുള്ള വർക്കിന് വേണ്ടി വരും. അത്യാവശ്യം വർക്കുകളെല്ലാം നമ്മളന്ന് പോയെല്ലാം ചെയ്തു കൊടുത്തല്ലോ. ഇതൊക്കെയാണ് സൈനൂസ് റീവാമ്പ് വർക്ക്ഷോപ്പിന്റെ സെറ്റപ്പ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി സംബന്ധമായി വല്ല വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നജീബിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ.